അമ്പിയാക്കളിൽ വലിയൊരു നബിയാണല്ലോ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമിനെ ഞാനൊന്ന് ഉദാഹരിക്കട്ടെ. മഹാനവറുകളോടൊപ്പം ഒരു സംഘം ആളുകൾ ഒരു ഭാഗത്തുകൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു നായയെ കണ്ടു. അവര് ജീവൻ പോയ നായ അതൊരു ഭാഗത്തങ്ങനെ ചെരിഞ്ഞു കിടക്കും. അപ്പൊ കണ്ട ആളുകൾ പറഞ്ഞു, ഹേ ചത്ത നായ. നമ്മളെന്താ പറയാ, നായ ചത്തു കിടക്കേണ്ട സ്ഥലം എന്നൊക്കെ അവര് പറഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്വഭാവം നോക്ക് നിങ്ങൾ. മഹാനവർകൾ ആ നായ നോക്കിയിട്ട് പറഞ്ഞു, അതിന്റെ പല്ലിന് നല്ല വെളുപ്പുണ്ടല്ലേ, അതിന്റെ പല്ലിന് നല്ല വെളുപ്പുണ്ടല്ലോ, നല്ല വെണ്മയുണ്ടല്ലോ, പല്ല് കാണാൻ എന്തൊരു ഭംഗി, ഒരു കറയും ആ പല്ലിനില്ല. സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്ക്. അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ് ആ നായ. നമ്മളും അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയല്ലേ, നായയും അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ്. ആ നായ ചത്ത് കിടക്കുകയാണ്, ഇനി അതിനെ കുഴിച്ചു മൂടണം. ആ നായക്ക് എതിരായ ഒരു വർത്തമാനമല്ല മഹാനവർകൾ പറഞ്ഞത്. അതിലും ഒരു ഗുണമാണ്. ഒരു പൂച്ച നമ്മുടെ മുന്നിലൂടെ പോകുമ്പോഴേക്ക് പൂച്ചയെ കാലുകൊണ്ട് തട്ടും ചില ആളുകൾ. പൂച്ചയെ കാലുകൊണ്ട് തട്ടാൻ പാടില്ല, മോശപ്പെട്ട സ്വഭാവം. നമ്മളിരിക്കുന്ന നമ്മളൊരാളെ കാലുകൊണ്ട് തട്ടിയാൽ എങ്ങനെ ഉണ്ടാകും? ചിലപ്പോ അതിന് വേറെ എന്തെങ്കിലും കേസൊക്കെ വരും. പേരൊന്നും ഞാൻ പറയുന്നില്ല അല്ലേ. നമ്മെ പോലെ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലേ ആ പൂച്ച. എന്തിനതിനെ ഹനിക്കണം? ആ പൂച്ചക്ക് ബഹുമാനം കൊടുക്കണം, കാലുകൊണ്ട് അതിനെ തട്ടാൻ പാടില്ല. വളർത്തു പൂച്ചയാണെങ്കിലും ശരി, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിന് ഭക്ഷണം കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ സമയത്ത് തന്നെ കൊടുക്കണം. പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാൻ, നായക്ക് ഭക്ഷണം കൊടുക്കാൻ പഴയ കാലത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഗസാലി ഇമാം റളിയല്ലാഹുവിന്റെ വീട്ടിന്റെ മുന്നിൽ പാത്രം ഉണ്ടായിരുന്നു. എത്ര വലിയ മഹാനാണ് അവര്. അവരെ ഒരു കാറ്റ് തട്ടാൻ യോഗ്യത ഉണ്ടോ നമുക്ക്? നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനാണ്. ഇന്നും ദർസിലെ മുതഅല്ലിമുകൾ അള്ളാഹുവിനോട് ഇൽമു ചോദിക്കുമ്പോ അവർ ചോദിക്കുന്ന ഒരു വരിയല്ലേ, നവ്വിർ ഇലാഹസ്സമാ ഖൽബൽ ഗരീബി കമാ നവ്വർത ഖൽബ ഇമാമിൻ നാസി ഗസാലി. പാവപ്പെട്ട ഞാൻ അല്ലാഹുവേ ഇൽമു പഠിക്കാൻ വേണ്ടി വന്നതാണ്. എന്റെ ഖൽബിൽ ഇൽമിന്റെ നൂറ് നീയാണ് ഇട്ട് തരേണ്ടത്. ഒരു കഴിവും ഒരു യോഗ്യതയും ഇല്ലാത്ത രൂപത്തിൽ വളരെ പാവമായി ഇൽമിന് വേണ്ടി വന്ന ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ആദ്യം ലക്ഷ്യമാക്കി വന്നത് ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമാണല്ലോ എന്ന് കരുതിയിട്ടാണ്. ഇഖ്ലാസോടുകൂടെ ഇൽമിലേക്ക് അങ്ങ് പ്രവേശിച്ചപ്പോ മഹാനവറുകളുടെ ഖൽബിൽ നീ ഇൽമിന്റെ വെളിച്ചം നിറച്ചു കൊടുത്തില്ലേ അല്ലാഹ്. അതുപോലെ എന്റെ ഖൽബിനും നീ ഇൽമു കൊണ്ട് പ്രകാശിപ്പിക്കണം. ദർസിലെ മുതഅല്ലിമുകൾ അല്ലാഹുവിനോട് ഇൽമു ചോദിക്കുമ്പോ ഗസാലി ഇമാം തങ്ങളെ ഉദാഹരണമാക്കിയിട്ട് അല്ലാഹുവിനോട് ചോദിക്കുന്നു. ആ വലിയ പണ്ഡിതന്റെ വീട്ടിന്റെ മുറ്റത്ത് നായക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു പാത്രം, പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു പാത്രം. സുബ്ഹാനല്ലാഹ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീട്ടിൽ പോയപ്പോ പൂച്ചണ്ട് അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നു. നമ്മൾ നല്ല ബിരിയാണി കഴിക്കുകയാണ്. ഞാൻ ചോദിച്ചു, പൂച്ചാരുടേതാണ്? പൂച്ച ഇവിടുത്തെ പൂച്ചയാണ്, വളർത്തു പൂച്ചയാണ്. അതിന് ഭക്ഷണം കൊടുക്കാനായില്ലേ എന്ന് ചോദിച്ചു. അതെപ്പെങ്ങളൊക്കെ കൊടുത്താ മതി എന്ന് പറഞ്ഞു. പോരെ സഹോദരാ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ പൂച്ച വാസനിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ കാലിലേക്ക് അതിന്റെ വാല് തൊട്ടുകൊണ്ടത് നടക്കുന്നത് ഭക്ഷണം വേണമെന്നൊരു സിഗ്നലാണ്. അതിന്റെ മേനി നമ്മുടെ ശരീരത്തിലേക്ക് ഉരസിക്കൊണ്ട് നടക്കുന്നത് നമ്മെ കടിക്കാതെ, നമ്മുടെ ശരീരത്തിന്റെ രോമങ്ങൾ വലിച്ചു കീറാതെ ഒന്ന് തൊട്ടുരുമ്മിക്കൊണ്ട് നടക്കുന്നത് ഭക്ഷണം എനിക്ക് വേണം എന്നൊരു സൂചനയാണ്.
അങ്ങനെയല്ലേ അത് പറയുന്നത്? അതിനെങ്ങനെയല്ലേ അള്ളാഹു കഴിവ് കൊടുത്തത്? നിങ്ങൾ ഭക്ഷണം കൊടുക്കണം, എപ്പോഴെങ്കിലും കൊടുത്താ പോരാ, നിങ്ങൾ കഴിക്കുന്ന സമയത്തൊക്കെ പൂച്ച വരുമ്പോ പൂച്ചക്കും കൊടുക്കണം. പൂച്ചക്ക് കൃത്യമായി ഭക്ഷണം കൊടുക്കണം. അത് ആഖിറത്തിൽ സ്വർഗം കിട്ടാനുള്ള ഒരു മാർഗമാണ്. സ്വർഗം കിട്ടാനുള്ള വലിയൊരു മാർഗമാണ്. ഒരിക്കൽ പൂച്ചയെ സ്നേഹിച്ച് ബഹുമാനിച്ചപ്പോ വലിയ സ്നേഹവും ബഹുമാനവും അള്ളാഹു നൽകിയില്ലേ ശിബിലി ഇമാം റളിയല്ലാഹു അൻഹുവിന്? 80-ലധികം വയസ്സ് ജീവിച്ച മഹാനല്ലേ ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ വഫാത്തിന് ശേഷം ശിഷ്യൻ സ്വപ്നത്തിൽ കണ്ടപ്പോൾ എങ്ങനെയുണ്ട് ഉസ്താദേ അവസ്ഥ എന്ന് ചോദിച്ചു. ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടി, ഔഖഫനി റബ്ബി ബൈന യദൈഹിൽ കരീമതൈൻ. അല്ലാഹു അവന്റെ മുന്നിൽ എന്നെ നിർത്തിയിട്ട് എന്നോട് ചോദിച്ചു, ശിബിലി യതദിരി ബിമാദാ ഗഫർതു ലക, അറിയുമോ ശിബിലി എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ മഗ്ഫിറത്ത് നൽകിയത്? എല്ലാ വീഴ്ചകളും മാപ്പാക്കിയിട്ട് വലിയ സ്ഥാനം നിങ്ങൾക്ക് ഞങ്ങൾ തന്നില്ലേ? ഖബറിൽ വെച്ചുകൊണ്ട് ശിബിലി ഇമാം റളിയല്ലാഹു അൻഹുവിനെ ശിഷ്യൻ കാണുമ്പോ ശിഷ്യനോട് ശിബിലി ഇമാം തങ്ങൾ വിശദീകരിക്കാൻ അല്ലാഹുവിന്റെ ചോദ്യം, എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ മാപ്പ് നൽകിയിട്ട് വലിയ സ്ഥാനം തന്നത് എന്ന് അറിയുമോ? മഹാനവറുകൾ പറഞ്ഞു, ഒരുപാട് ഹജ്ജ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് നോമ്പ് ഫർളും സുന്നത്തുമായി നോറ്റിട്ടുണ്ട്, ഒരുപാട് നിസ്കാരങ്ങൾ ഫർളും സുന്നത്തുമായി നിർവഹിച്ചിട്ടുണ്ട്. അല്ലാഹു പറയുന്നു, ലാ, അതൊന്നുമല്ല, പ്രതീക്ഷയ്ക്ക് വലിയ വകയുള്ള അമലുകളാണിത്. ചെറുതായി കാണാൻ പറ്റാത്ത വലിയ അമലുകളാണ്. കർമ്മങ്ങളുടെ തലവന്മാരായിട്ടല്ലേ ഈ അമലുകളെ പരിചയപ്പെടുത്തുന്നത്. മഹാനവറുകൾ എണ്ണിക്കൊടുത്തപ്പോൾ അള്ളാഹുവിന്റെ മറുപടി അല്ല. ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പടച്ചോനെ, എന്റെ ജീവിതത്തിൽ വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് ബിദാമത്തി സഫരി ഫീ ത്വലബി ഉലൂമി. എവിടെ ഒരു പണ്ഡിതൻ വന്നു എന്നറിഞ്ഞാലും ഞാനൊന്ന് പോയി കാണും, എന്തെങ്കിലും ഒരറിവ് ഞാൻ സമ്പാദിക്കും. അതെന്റെ ജീവിതത്തിന്റെ ഒരു ഹോബിയാണ്. എത്രയോ നാട്ടിലേക്ക് ഞാൻ യാത്ര നടത്തിയിട്ടുണ്ട്, എത്രയോ പണ്ഡിതന്മാരുടെ സാന്നിധ്യം കൊണ്ട് എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും അല്ലാഹുവേ നീ എന്നെ പരിഗണിച്ചത്. അല്ലാഹു പറയുന്നു, ലാ, അതുമല്ല ശിബിലി, അല്ലാഹുവേ എന്റെ ജീവിതത്തിൽ മറ്റൊരു സന്തോഷമുണ്ട്. ഞാൻ എപ്പ ആരോടുകൂടെ ഇരുന്നിട്ടുണ്ടോ സ്വാലിഹീങ്ങളോട് കൂടെ മാത്രമേ ഞാൻ ഇരുന്നിട്ടുള്ളൂ. ഒരൊറ്റ ഫാസിഖിന്റെ കൂടെയും ഞാൻ ഇരുന്നിട്ടില്ല, ഒരു മുനാഫിഖിന്റെ കൂടെയും ഇരുന്നിട്ടില്ല, ഒരു മുബ്തദിഇന്റെ കൂടെയും ഇരുന്നിട്ടില്ല, ഒരൊറ്റ കാഫിറിന്റെ കൂടെയും ഞാൻ ഇരുന്നിട്ടില്ല. സ്വാലിഹീങ്ങളെ കൂടെ മാത്രമേ ഞാൻ ഇരുന്നിട്ടുള്ളൂ. അതുകൊണ്ടായിരിക്കും നീ എന്നെ പരിഗണിച്ചത്. അല്ലാഹു പറയുന്നു, അല്ലേ അല്ല. ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഹാദിഹിൽ മുൻജിയാതു കുന്തു അർജൂ ഫിദ്ദുനിയാ ബിഹാ. ഈ രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടെ ദുനിയാവിൽ ഞാൻ ചെയ്തതാണ്. ഇതല്ലാത്ത ഒന്നും എനിക്ക് ഓർമ്മയിലില്ല. അപ്പോഴാണ് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നത്, അതദ്കുറുഹീന തംശി അലാ ദറബി ബഗ്ദാദ്. നിങ്ങൾ ബഗ്ദാദിലേക്ക് പഠിക്കാൻ പോയപ്പോ ബഗ്ദാദിന്റെ ഒരു ചെറിയ വഴിയിലൂടെ നിങ്ങൾ നടന്നു പോയത് ഓർക്കുന്നുണ്ടോ ശിബിലി? ഫവജത്ത ഹിർറതൻ സ്വഗീറാ, ഒരു ചെറിയ പൂച്ചക്കുട്ടിയെ കണ്ടത് ഓർമ്മയുണ്ടോ? അത് അളഫഹൽ ബർദു, തണുത്ത് വിറച്ചിട്ട് ആ പൂച്ചക്കുട്ടി തണുപ്പ് കൊണ്ട് അതിന്റെ ശരീരം ശുഷ്കിച്ചിട്ടുണ്ട്. വഹിയ തൻസബി ഇലാ ജിദാർ, എന്തെങ്കിലും ഒരു മറ കിട്ടാൻ വേണ്ടി ഒരു ചുമരിലേക്ക് അതങ്ങനെ വലിഞ്ഞുകൂടുന്നത് നിങ്ങൾ കണ്ടപ്പോ നിങ്ങളുടെ വസ്ത്രത്തിന്റെ ഒരു ഭാഗം കീറിയിട്ട് അതിനെ പുതപ്പിച്ചത് ഓർമ്മയുണ്ടോ? ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ജീവിതത്തിൽ ഒരിക്കൽ സംഭവിച്ച ഒരു സംഭവമാണത്. അല്ലാഹു ഓർമ്മപ്പെടുത്തുമ്പോഴാണ് ഞാനത് ഓർത്തെടുക്കുന്നത്. റബ്ബ് തആല പറയുന്നു, ബിറഹ്മതിക ലിതിൽകൽ ഹിർറതി റഹിംതുക. ആ
പൂച്ചക്ക് അന്ന് കാണിച്ച ഒരു ദയാവായ്പില്ലേ, ഒരു കാരുണ്യമില്ലേ, ഒരു സ്നേഹമില്ലേ? അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ പരിഗണിച്ചത്. വലിയ സ്ഥാനം ബർസഖിയ ലോകത്ത് നിങ്ങൾക്ക് നൽകിയത്. ഇത് അവലംബമാക്കി, ഇത് മാധ്യമമാക്കി, ഇത് മുന്നിൽ നിർത്തിയിട്ട് നിങ്ങളെ നിസ്കാരവും നിങ്ങളെ നോമ്പും നിങ്ങളെ ഹജ്ജും നിങ്ങളെ എല്ലാ അമലുകളും അതിന്റെ പിന്നിലായി ഓരോന്നും സ്വീകരിച്ചു. ഒരൊറ്റ പൂച്ച. ആ പൂച്ചയെ കൊണ്ട് ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു കിട്ടിയ ദറജ നോക്ക് നിങ്ങൾ. പൂച്ചയെ കാലുകൊണ്ട് തട്ടരുത്. അത് അതിനോട് ചെയ്യുന്നത് ഒരു അപമര്യാദയാണ്. അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ്. നേർക്ക് നേരെ അതിനെ പോറ്റിയാൽ സ്വർഗം ലഭിക്കാൻ കാരണമാകുന്ന ഒരു സൃഷ്ടി. നായയെ ചീത്ത പറയാൻ പാടില്ല. മോശപ്പെടുത്തുന്ന രൂപത്തിൽ പോലും നായയെ പറയാൻ പാടില്ല. സുബ്കി ഇമാം റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരുമ്പോഴല്ലേ സഹോദരങ്ങളെ, താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരുമ്പോഴല്ലേ മകൻ അപ്പുറത്തെന്ന് പറയുന്നത്. എന്താ മകന്റെ വർത്തമാനം? ഒരു നായ മുന്നിലൂടെ പോയപ്പോ നായന്റെ മോൻ നായയെന്ന് വിളിച്ചു. നായന്റെ മോൻ നായയെന്ന് വിളിച്ചപ്പോ മോനെ അങ്ങനെ വിളിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു വാപ്പ. മോൻ വിളിച്ചപ്പോ വാപ്പ പറഞ്ഞു അങ്ങനെ വിളിക്കാൻ പറ്റൂല. അപ്പൊ മോൻ ചോദിച്ചു, വാപ്പ അലൈസ കൽബിനെ കൽബിൻ, ഞാൻ വിളിച്ച വല്ല തെറ്റുണ്ടോ? അതൊരു നായന്റെ മോൻ നായനല്ലേ, ഒരു നായന്റെ മോൻ നായ തന്നെയല്ലേ അത്. പക്ഷെ മോനെ, നിന്റെ ആ സംസാരത്തിന്റെ ശൈലി അത് നിസ്സാരമാക്കുന്ന ശൈലിയാണ്. നിസ്സാരമാക്കാൻ അത്രയും മതി. നായെപ്പോലും നിസ്സാരപ്പെടുത്തരുത്. ഒരൊറ്റ സൃഷ്ടിയെയും നിസ്സാരപ്പെടുത്തരുത്. അതുകൊണ്ടാണ് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ അഹ്സൻതും ഫീ കുല്ലി ഷൈ, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഗുണം ചെയ്തു, ഒരൊറ്റ കോഴിയുടെ വിഷയത്തിൽ മാത്രം നിങ്ങൾ ഗുണം ചെയ്തില്ല, ലം യുക്തബു മിനൽ മുഹ്സിനീൻ, നിന്നെ നന്മ ചെയ്തവരിൽ എഴുതപ്പെടൂല. എന്റെ വാക്കല്ല, ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കാണ്. ഇന്നല്ലാഹ കതബൽ ഇഹ്സാന ഫീ കുല്ലി ഷൈ, എല്ലാ വസ്തുക്കളിലും ഗുണം ചെയ്യണം, എല്ലാ ചരാചരങ്ങൾക്കും നന്മ ചെയ്യണം. ഒന്നിനെയും മോശാക്കാൻ പാടില്ല, ഒന്നിനെയും കേടാക്കാൻ പാടില്ല. അതുകൊണ്ടല്ലേ അറക്കുന്ന ആളോട് പറഞ്ഞത്, ഒരു അറവ് നടത്തുന്ന ആള് അറവ് നടത്തുമ്പോ അതിന്റെ അറവ് നിങ്ങൾ നന്നാക്കണം. മൂർച്ചയില്ലാത്ത കത്തി കൊണ്ട് അറുക്കുമ്പോ അറുക്കപ്പെടുന്ന മൃഗത്തിന് ഇടങ്ങേറാണ്. പെട്ടെന്ന് അതിന്റെ റൂഹ് പോകണം, നല്ല മൂർച്ച വേണം. ആ മൃഗത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് കത്തി മൂർച്ച കൂട്ടാൻ പാടില്ല, അതതിനെ ഭീതിപ്പെടുത്തലാണ്. ഒരു മൃഗത്തെ കാണിച്ചുകൊണ്ട് മറ്റൊരു മൃഗത്തെ അറുക്കാൻ പാടില്ല, അതും ബുദ്ധിമുട്ടാണ്. നിങ്ങൾ അറുക്കുകയാണെങ്കിൽ അറവ് നന്നാക്കണം. ഏതെങ്കിലും ഒന്നിനെ കൊല്ലുകയാണെങ്കിൽ നല്ല രൂപത്തിൽ കൊല്ലണം. പല്ലിനെ കൊല്ലൽ സുന്നത്താണ്, പക്ഷെ നല്ല രൂപത്തിൽ കൊല്ലണം. കുത്തി ചതക്കാൻ പാടില്ല. അത് മരണപ്പെട്ട് കഴിഞ്ഞത് ചത്തു കഴിഞ്ഞു എന്ന് കണ്ടാ പിന്നെ അതിനെ കൊണ്ടുപോയി ഒഴിവാക്കണം. അതിനെ പിന്നെയും പിന്നെയും പഞ്ഞിക്കിട്ട് റെഡിയാക്കി ആകങ്ങോട്ട് ചിന്നി പിന്നാക്കാൻ പാടില്ല. കൊല്ലൽ ഹലാലായ ചില ജീവികളുണ്ടല്ലോ, അതിനെ കൊല്ലുമ്പോൾ തന്നെ നല്ല വിധത്തിൽ കൊല്ലണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാതിരാത്രിയിൽ തങ്ങൾ വീടിന്റെ പുറത്ത് രണ്ടാളുകൾ നടക്കുന്ന നിഴല് കണ്ടപ്പോ തങ്ങൾ പുറത്തിറങ്ങിയപ്പോ നോക്കുന്ന സമയത്ത് ഒന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്, മറ്റൊന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. എന്താ ഈ നേരത്ത് എന്ന് ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് ആദ്യം വന്നത്, അതുകൊണ്ട് കാര്യം അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരുടെയും മുറാദ് ഒന്നാണ്, അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയട്ടെ. ആരും വിഷയം പറയുന്നില്ല. അവസാനം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറയാനൊരു മടി, അൽ ജുഉ യാ റസൂലല്ലാഹ്, വിശപ്പ് കൊണ്ട് പുറത്തിറങ്ങിയതാണ് നബിയേ. നമ്മൾ എത്ര അനുഗ്രഹീതരാണ് സഹോദരങ്ങളെ. ലോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കളിൽ രണ്ട് മഹാന്മാർ,
നട്ടപ്പാതിര നേരത്ത് വീട് വിട്ട് പുറത്തിറങ്ങിയിട്ട് ഹുജറത്തു ഷരീഫയുടെ ചുറ്റും ഇങ്ങനെ നടക്കുന്നത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കാരണം ചോദിക്കുമ്പോ പറയാൻ രണ്ടുപേർക്കും മടിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വിശപ്പാണ് നബിയെ ഞങ്ങളെ പുറത്തിറക്കിയത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞങ്ങൾ രണ്ടുപേരും പുറത്തു വന്ന കാരണം ഞങ്ങൾ പറഞ്ഞല്ലോ, തങ്ങൾ എന്തിനാ നബിയെ പുറത്തിറങ്ങിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലദീ അഖ്റജകുമാ മിൻ ബുയൂതികുമാ അഖ്റജനീ ഹാദിഹി സ്സാഅ. വീട്ടിൽ നിന്ന് ഏത് കാരണം കൊണ്ടാണോ നിങ്ങൾ പുറത്തിറങ്ങിയത്, അതേ കാരണം തന്നെയാണ് എന്നെയും പുറത്തിറക്കിയത്. മൂന്ന് പേരും ഒരുമിച്ച് കൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നമുക്കൊന്ന് പോകാം. നേരെ അവർ പോകുന്നു അബുൽ ഹൈസം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക്. നട്ടപ്പാതിര നേരത്താ വീട് പോയിട്ട് വാതിലിന് മുട്ടുമ്പോൾ ഭാര്യ കതക് തുറന്നു. ഭർത്താവ് എവിടെയെന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവ് തോട്ടം നനക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. സുബ്ഹിന്റെ മുമ്പാണ് സഹോദരങ്ങളെ എഴുന്നേറ്റ് തോട്ടം നനക്കുന്നത്. സുബ്ഹി വാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് പള്ളിയിലെത്താൻ വേണ്ടി നേരത്തെ തന്നെ തോട്ടം നനച്ചുകൊണ്ട് പള്ളിയിലേക്ക് പുറപ്പെടുന്ന ശൈലിയാണ്. ഭർത്താവ് തോട്ടം നനക്കാൻ പോയി. തോട്ടത്തിൽ നിന്ന് ഈ സംസാരം കേൾക്കുന്നു. ഭാര്യ പറഞ്ഞു, നബിയെ തങ്ങൾ കയറിയിരിക്കൂ, മർഹബൻ അഹ്ലൻ വസഹ്ലാ. അതിഥികളെ വീട്ടിലേക്ക് കയറ്റിയിരുത്തി. പെട്ടെന്ന് അബുൽ ഹൈസം റളിയല്ലാഹു അൻഹു തോട്ടത്തിൽ നിന്ന് പണിമതിയാക്കി വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലദീ അക്രമനീ ഹാദിഹി സ്സാഅത ബിഹാദിൽ അളിയാഫ്. ഈ അതിഥികൾക്ക് കയറി വരാനുള്ള ഒരു വീടായി ഈ നേരം എന്റെ വീടിനെ പരിഗണിച്ച അല്ലാഹുവേ, അത് കാരണം എന്നെ ബഹുമാനിച്ച അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. ഈ നേരവും വന്നത് എന്റെ വീട്ടിലേക്കാണല്ലോ. ലോകത്തെ ഏറ്റവും വലിയ മഹാന്മാര് വരാൻ കണ്ട വീടും എന്റെ വീടാണല്ലോ. അൽഹംദുലില്ലാഹ്. പെട്ടെന്നൊരു പാത്രത്തിൽ ഈത്തപ്പഴവും മറ്റൊരു പാത്രത്തിൽ വെള്ളവും കൊണ്ടുവന്ന് മുന്നിൽ വെച്ചു. അബുൽ ഹൈസം റളിയല്ലാഹു അൻഹു ഒരു കത്തി എടുത്ത് പുറത്തിറങ്ങുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, എങ്ങോട്ടാണ്? സുബ്ഹിന്റെ മുമ്പ് തന്നെ പെട്ടെന്ന് ഭക്ഷണം റെഡിയാക്കണം. ഭാര്യയോട് പറഞ്ഞു, നല്ല റൊട്ടി വേഗം ഉണ്ടാക്ക്. പെട്ടെന്ന് ചുട്ടെടുക്കാൻ വേണ്ടി പറഞ്ഞു. ഞാനൊരു ആടിനെ അറുത്തിട്ട് വരാം. ആടിനെ അറുക്കാനാണെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹോപദേശം, ഇയ്യാക വൽ ഹലൂബ്, എനിക്കൊരു സൽക്കാരം ഒരുക്കാൻ വേണ്ടിയാണെങ്കിലും പാൽ കറക്കുന്ന ആടിനെ അറുക്കരുതേ. ഒന്നുകിൽ അതിന്റെ കറവ് നിർത്തണം, അല്ലെങ്കിൽ അതിന്റെ പാല് വറ്റണം. കുടിക്കുന്ന കുട്ടിക്കൊരു ബുദ്ധിമുട്ടാണല്ലോ. അതിനോട് ചെയ്യേണ്ട വലിയ നന്മ അതിന്റെ കറവ് വറ്റുന്നത് വരെ കാത്തിരിക്കലാണ്. ഏത് സംഗതി ചെയ്യുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹ്സാൻ കണക്കാക്കിയിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളിലും ഉണ്ട് സഹോദരങ്ങളെ ഇഹ്സാൻ. അത് ഏറ്റവും നല്ല സ്വഭാവമാണ്. ഗുണം ചെയ്യുന്നത് നല്ല സ്വഭാവമുള്ള ആളുകൾക്ക് അതിന് സാധിക്കുകയുള്ളൂ. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മോടത് പഠിപ്പിക്കുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുബ്ഹിന്റെ മുമ്പ് തന്നെ നല്ല ആട്ടിറച്ചിയും പത്തിരിയും റെഡിയാക്കി, റൊട്ടിയും റെഡിയാക്കി മുന്നിൽ വെച്ചു കൊടുത്തപ്പോ മൂന്ന് പേരും അതിൽ നിന്ന് ഭക്ഷണം കഴിച്ച് നല്ല റാഹത്തോടെ വീട് വിട്ട് ഇറങ്ങി പോകുന്നു. അതിരാത്രിയിൽ നമ്മളെ സൽക്കരിക്കാനാണ് ആടിനെ അറുക്കുന്നതെങ്കിലും അവിടെയും നന്മ സ്വീകരിക്കണം, ഗുണം സ്വീകരിക്കണം. ഏത് സംഗതിയിലുമുണ്ട് ഇഹ്സാൻ. ഖുർആൻ